ന്യൂസ് 18 ചാനലിന് നൽകിയ അഭിമുഖത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞ ഒരു കാര്യമുണ്ട്. അദ്ദേഹം പറഞ്ഞത് എൻ്റെ ജനനം ജൈവികമല്ല എന്നാണ്. എന്നെ ദൈവം ഇങ്ങോട്ട് അയച്ചതാണ്, ദൈവം തന്ന ദാനമാണ് എന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. ദൈവം എന്നെ ഭൂമിയിലേക്ക് അയച്ചിരിക്കുകയാണ്. എന്തൊക്കെയോ കാര്യങ്ങൾ ചെയ്യാനുണ്ട് ദൈവത്തിന്, അതിനുവേണ്ടി എന്നെ അയച്ചിരിക്കുന്നു. ഞാൻ ചെയ്യുന്നത് ദൈവം പറഞ്ഞിട്ടാണ് എന്ന് വെച്ചാൽ ദൈവത്തിൻ്റെ അവതാരമാണ് എന്ന് പറയാതെ പറയുകയാണ് നരേന്ദ്രമോദി ചെയ്തിരിക്കുന്നത് എന്നർത്ഥം. അദ്ദേഹത്തിൻ്റെ വാചകങ്ങൾ അതുപോലെ മലയാള മാധ്യമങ്ങളിൽ തർജ്ജിമയായി വന്നിട്ടുണ്ട്. ഹിന്ദിയിലാണ് അദ്ദേഹം അഭിമുഖം നൽകിയിരിക്കുന്നത്. അതിൻ്റെ മലയാള പരിഭാഷ ഇങ്ങനെയാണ്: എൻ്റെ അമ്മ ജീവിച്ചിരിക്കുന്നതുവരെ ഒരുപക്ഷെ എൻ്റെ ജനനം ഒരു ജൈവികമായ ഒന്നാണെന്ന ധാരണ എനിക്കുണ്ടായിരുന്നു. അവരുടെ വിയോഗത്തിന് ശേഷം എല്ലാ അനുഭവങ്ങളും നോക്കുമ്പോൾ എന്നെ ദൈവം അയച്ചതാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ഇതാണ് അദ്ദേഹത്തിൻ്റെ വാക്കുകൾ. അതിനുശേഷം പറയുകയാണ്, താൻ ഉൾക്കൊള്ളുന്ന തരത്തിലുള്ള ഊർജം ജൈവികമായ ശരീരത്തിൽ നിന്ന് ഉണ്ടാകാൻ കഴിയില്ലെന്നും ചിലത് നടപ്പിലാക്കാൻ ആഗ്രഹിക്കുന്ന ദൈവം ഊർജം നൽകി തന്നെ തിരഞ്ഞെടുക്കുകയായിരുന്നുവെന്നും മോദി പറഞ്ഞു. ഇതാണ് മോദിയുടെ വാക്കുകൾ. അത്ഭുതകരമാണ് ആ വാക്കുകൾ എന്ന്. പുരാണമനുസരിച്ച് അവതാരങ്ങളുണ്ടല്ലോ, ആ അവതാരങ്ങൾക്കെല്ലാം ഓരോ ദൗത്യങ്ങളുണ്ടല്ലോ. അതേപോലെ എൻ്റെ അവതാരത്തിനും ഒരു ദൗത്യമുണ്ട്. ആ ദൗത്യം നിർവഹിക്കുകയാണ് ഞാൻ ചെയ്യുന്നത്. ആ ദൈവത്തിൻ്റെ ഇച്ഛയ്ക്കനുസരിച്ചാണ് എന്ന് പറയുകയാണ് നരേന്ദ്രമോദി ചെയ്യുന്നത്. അദ്ദേഹം അവിടെയും നിർത്തുന്നില്ല. അതിനുശേഷം പറയുകയാണ്, ഞാൻ ഒന്നുമല്ല, ദൈവം ചിലത് നടപ്പിലാക്കാൻ തിരഞ്ഞെടുത്ത ഉപകരണം മാത്രമാണ്. ഞാൻ എന്തെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ അത് ദൈവം നടപ്പിലാക്കാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങളാണ്. ഇതൊക്കെയാണ് അദ്ദേഹത്തിൻ്റെ വാക്കുകൾ. ദൈവത്തെ കാണാൻ കഴിഞ്ഞില്ലെങ്കിൽ 140 കോടി ജനങ്ങളിലേക്കും ഞാൻ നോക്കുകയും അവരെ ആരാധിക്കുകയും ചെയ്യാറുണ്ട് എന്ന് തുടങ്ങിയ വാക്കുകളാണ് അദ്ദേഹത്തിൻ്റെത്. എന്താണ് അതിൻ്റെ സത്ത? മറ്റൊന്നുമല്ല, നേരത്തെ പറഞ്ഞതുപോലെ എന്നെ ദൈവം ഇങ്ങോട്ട് അയച്ചിരിക്കുന്നത് ചില കാര്യങ്ങൾ ചെയ്യാനാണ്. അവതാരങ്ങൾ വരാറുണ്ട്, ആ അവതാരങ്ങൾ ചില ദൗത്യങ്ങൾ നിർവഹിക്കാറുണ്ട്. ആ ദൗത്യങ്ങൾ അവർക്കുണ്ട്. അത് ഏതെങ്കിലും അസുരനെ നിഗ്രഹിക്കായിരിക്കാം, അതല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാര്യമായിരിക്കാം. അങ്ങനെ ചെയ്യുന്ന അവതാരങ്ങളുണ്ട്. അത് നമ്മുടെ പുരാണങ്ങളിൽ പറയുന്നുമുണ്ട്. അതുപോലെ ഇതാ ആധുനിക കാലത്ത് വന്ന ഒരു അവതാരമാണ് ഞാനെന്ന് പറയുകയാണ് ചെയ്തിരിക്കുന്നത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. അതിന് കൃത്യമായി മറുപടി പറഞ്ഞിട്ടുണ്ട് രാഹുൽ ഗാന്ധി ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. ആ ചോദ്യത്തിനുള്ള ഉത്തരം പ്രധാനമന്ത്രി നരേന്ദ്രമോദി നൽകില്ല എന്ന കാര്യം സംശയമേയില്ല. അദ്ദേഹം പറയുന്നത് മറ്റൊന്നുമല്ല. അദ്ദേഹം പറഞ്ഞതിൻ്റെ വിശദാംശങ്ങളിലേക്ക് വരുന്നതിന് മുമ്പ് അദ്ദേഹം പറഞ്ഞ ഒരു കാര്യം അത് ഇത്രയേ ഉള്ളൂ. ഇങ്ങനെ ഈ നരേന്ദ്രമോദി പറഞ്ഞതുപോലെ ആരെങ്കിലും നമ്മുടെ നാട്ടിൽ പറഞ്ഞാൽ, ഏതെങ്കിലും ഗ്രാമപ്രദേശത്ത് പറഞ്ഞാൽ, ഏതെങ്കിലും കുട്ടികൾ പറഞ്ഞാൽ, ആ കുട്ടിയെ പോലും പിടിച്ച് ഭ്രാന്താശുപത്രിയിലേക്ക് കൊണ്ടുപോകും, എന്നിട്ട് ചികിത്സിപ്പിക്കും. അതാണ് എല്ലാവരും ചെയ്യുക. ഈ നരേന്ദ്രമോദി പറയുന്നത് പോലെ പറയുന്ന ഒരാളെ ഭ്രാന്താശുപത്രിയിൽ കൊണ്ടുപോയി ചികിത്സിപ്പിക്കും. പക്ഷേ നരേന്ദ്രമോദിക്ക് അതും ബാധകമല്ലാത്ത അവസ്ഥ വന്നിരിക്കുന്നു എന്നാണ് രാഹുൽ ഗാന്ധി പറഞ്ഞിരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ വാക്കുകൾ ഇങ്ങനെയാണ്: പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇപ്പോൾ പറയുന്ന കാര്യങ്ങൾ ഏതെങ്കിലും സാധാരണക്കാരനാണ് പറയുന്നതെങ്കിൽ ജനങ്ങൾ അയാളെ പിടിച്ച് ഭ്രാന്താശുപത്രിയിൽ പ്രവേശിപ്പിക്കും. ഇതാണ് രാഹുൽ ഗാന്ധിയുടെ വാക്കുകൾ. അദ്ദേഹം പറയുന്നത് ഒരു യാഥാർത്ഥ്യമാണ്. സാധാരണ അങ്ങനെ തന്നെയാണ്. നമ്മുടെ നാട്ടിൻപുറത്ത് ആരെങ്കിലും ഇങ്ങനെയൊക്കെ പറയുന്നുണ്ടെങ്കിൽ അദ്ദേഹത്തെ നാട്ടുകാർ പിടിച്ച് ഭ്രാന്താശുപത്രിയിൽ എത്തിക്കുകയും ചികിത്സിപ്പിക്കുകയും ചെയ്യും എന്ന്. അതിനുശേഷം രാഹുൽ ഗാന്ധി പറയുന്നു, ജനങ്ങൾക്ക് നല്ലത് ചെയ്യുന്നതിന് വേണ്ടി ദൈവം എന്നെ നേരിട്ട് ഭൂമിയിലേക്ക് അയച്ചു എന്നാണ് BJP-യുടെ നേതാവ് പറയുന്നത്. എന്നാൽ അദ്ദേഹം ആകെ നല്ലത് ചെയ്യുന്നത് 22 പേർക്ക് മാത്രമാണ്. ആരാണ് ആ 22 പേർ എന്ന് രാഹുൽ ഗാന്ധി വിശദീകരിക്കുന്നില്ല. പക്ഷേ അദ്ദേഹത്തിൻ്റെ വാക്കുകളിൽ നിന്ന് നമുക്ക് വായിച്ചെടുക്കാൻ കഴിയുന്നത് അത് ഇന്ത്യയിലെ കോർപ്പറേറ്റ് മുതലാളിമാരാണ്. അദാനി, അംബാനി പോലെയുള്ള വൻകിട മുതലാളിമാരാണ് എന്ന കാര്യം സംശയമേയില്ല. അതുകൊണ്ട് തന്നെയാണ് രാഹുൽ ഗാന്ധി പറഞ്ഞത് ജനങ്ങൾക്ക് നല്ലത് ചെയ്യുന്നതിന് വേണ്ടി ദൈവം തന്നെ നേരിട്ട് ഭൂമിയിലേക്ക് അയച്ചു എന്നാണ് BJP-യുടെ നേതാവ് പറയുന്നത്. എന്നാൽ അദ്ദേഹം ആകെ നല്ലത് ചെയ്യുന്നത് 22 പേർക്ക് വേണ്ടി മാത്രമാണ്. പാവങ്ങൾക്ക് വേണ്ടി അദ്ദേഹം ഒന്നും തന്നെ ചെയ്യുന്നില്ല എന്നാണ് രാഹുൽ ഗാന്ധി പറഞ്ഞു വെച്ചത്. രാഹുൽ ഗാന്ധി ചോദിച്ച ഈ ചോദ്യമുണ്ട്, അല്ലെങ്കിൽ അദ്ദേഹം പറഞ്ഞ ഒരു കാര്യമുണ്ട്. നരേന്ദ്രമോദി പറയുന്നത് പോലെ ഒരു സാധാരണക്കാരൻ ഇന്ത്യയിൽ പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ അവസ്ഥ എന്തായിരിക്കുമെന്ന്. ആ ചോദ്യം തന്നെയാണ് ഇന്ന് ഇന്ത്യയിൽ ഉയർന്നു വരേണ്ട ചോദ്യം, നരേന്ദ്രമോദിക്കെതിരെ ഉയർന്നു വരേണ്ട ചോദ്യം. എന്തുകൊണ്ടാണ് നരേന്ദ്രമോദി ഇത്തരമൊരു പ്രസ്താവനയിലേക്ക് വരുന്നത്? എന്തുകൊണ്ടാണ് അദ്ദേഹം ഓരോ ദിവസം കഴിയുമ്പോഴും പ്രസ്താവനകളും നിലപാടുകളും മാറ്റിക്കൊണ്ടിരിക്കുന്നത്? തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൻ്റെ ആദ്യഘട്ടത്തിൽ അദ്ദേഹം പറഞ്ഞത് ഇന്ത്യ വികസനത്തെക്കുറിച്ചാണ്. കഴിഞ്ഞ 10 വർഷക്കാലം ഇന്ത്യയിൽ നരേന്ദ്രമോദി സർക്കാർ, BJP സർക്കാർ കൊണ്ടുവന്ന വികസനം, ആ വികസനം ഇന്ത്യയെ ലോകത്തിൻ്റെ മുന്നിലെത്തിച്ചു. ലോകത്തിൻ്റെ മുന്നിൽ മാത്രമല്ല, ലോകത്തിലെ ഏറ്റവും വലിയ രാജ്യമാക്കി മാറ്റി. ഇന്ന് ലോകം മുഴുവൻ ശ്രദ്ധിക്കുന്നത് ഇന്ത്യയാണ്. ലോകത്തിൻ്റെ വിശ്വഗുരുവായി നരേന്ദ്രമോദി മാറിയിരിക്കുന്നു എന്നൊക്കെയാണ് ആദ്യഘട്ടത്തിൽ പറഞ്ഞുകൊണ്ടിരുന്നത്.
ഒന്നാം ഘട്ട വോട്ടെടുപ്പ് കഴിഞ്ഞപ്പോൾ BJPക്ക് മനസ്സിലായി കാര്യങ്ങൾ പന്തിയല്ല എന്ന്, ജനങ്ങൾ BJPയോടൊപ്പമല്ല എന്ന്. പിന്നീട് തെരഞ്ഞെടുപ്പ് പ്രചാരണ യോഗങ്ങളിൽ ആളുകളുടെ എണ്ണം കുറഞ്ഞു വരുമ്പോൾ ആകെ അസ്വസ്ഥനായ മോദിയും BJP നേതാക്കളും അവരുടെ യഥാർത്ഥ അടവ് പുറത്തെടുത്തു. മുസ്ലിം വിരോധമാണ് പിന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അന്യമത വിദ്വേഷം പടർത്തുക, മുസ്ലിങ്ങൾക്കെതിരെ പ്രചാരണം നടത്തുക, ഇത് പിന്നീട് നിരന്തരമായി ആവർത്തിച്ചു കൊണ്ടിരുന്നു എന്ന് നാം കാണണം. എല്ലാ ഘട്ടം തെരഞ്ഞെടുപ്പുകളിലും ഇത് ആവർത്തിച്ചു കൊണ്ടിരുന്നു നരേന്ദ്രമോദി അടക്കമുള്ള BJP നേതാക്കൾ. രാമക്ഷേത്രം പണിതിട്ട് പോലും ഉത്തരേന്ത്യയിൽ, ഇതിനെ പറയുന്നു UPയിൽ പോലും നിലനിർത്താൻ കഴിയാത്ത അവസ്ഥയിലാണ് BJP എന്നാണ് വാർത്തകൾ. രാഹുൽ ഗാന്ധി പങ്കെടുക്കുന്ന യോഗങ്ങളിൽ, സമാജ്വാദി പാർട്ടി നേതാവായ അഖിലേഷ് യാദവ് പങ്കെടുക്കുന്ന യോഗങ്ങളിലൊക്കെ ആളുകൾ ഇരച്ചു കയറുകയാണ്. ആളുകൾ ഇരച്ചു കയറി പ്രസംഗിക്കാൻ കഴിയുന്നില്ല. അത്രമാത്രം ആവേശത്തോടു കൂടിയാണ് ആളുകൾ ഈ പൊതുയോഗങ്ങളിൽ എത്തിക്കൊണ്ടിരിക്കുന്നത്. രാഹുൽ ഗാന്ധിയും അഖിലേഷ് യാദവും സഞ്ചരിക്കുന്ന വാഹനത്തിന് പിറകെ ജനങ്ങൾ ഓടുകയാണ്. എന്ന് വെച്ചാൽ അത്രമാത്രം ദുരിതം സമ്മാനിച്ചിട്ടുണ്ട് BJP ഗവൺമെൻറ് ഉത്തരേന്ത്യയിൽ, പ്രത്യേകിച്ച് UPയിലും ഗുജറാത്തും പോലുള്ള സംസ്ഥാനങ്ങളിലൊക്കെ. അവിടത്തേക്കാണ് ഒരു രക്ഷകനെ പോലെ ഇറങ്ങുന്നത് അഖിലേഷ് യാദവും രാഹുൽ ഗാന്ധിയും അരവിന്ദ് കെജ്രിവാളും ഒക്കെ. അതൊക്കെ വലിയ ചലനമാണ് ഉത്തരേന്ത്യ സൃഷ്ടിക്കുന്നത്. അത് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് അദ്ദേഹം ആദ്യം വികസനത്തെക്കുറിച്ച് പറഞ്ഞു. ലോക ഗുരുവാണ് ഇന്ത്യയുടെ പ്രധാനമന്ത്രി എന്ന് BJP നേതാക്കൾ പറഞ്ഞു. വിശ്വഗുരു പരിവേഷം നരേന്ദ്രമോദിക്ക് ചാർത്തിക്കൊടുത്തു. അതിനുശേഷം രാമജന്മഭൂമിയെക്കുറിച്ച് പറഞ്ഞു. അതിനുശേഷം അവസാനം ഇതാ ഒരു രക്ഷയുമില്ലാതെ മുസ്ലിം വിരോധം പറഞ്ഞു. അതിനുശേഷമാണ് ഞാനിതാ ദൈവത്തിൻ്റെ അവതാരമാണ്, എനിക്ക് ചില കാര്യങ്ങൾ ചെയ്യാനുണ്ട്, ദൈവത്തിൻ്റെ അവതാരമായ എന്നെ നിങ്ങൾ തോൽപ്പിക്കുമോ? അങ്ങ് തോൽപ്പിക്കാൻ പാടുണ്ടോ? പാടില്ല, എൻ്റെ ദൗത്യം എനിക്ക് നിർവഹിക്കാനുണ്ട്, അത് ദൈവം എന്നെ ഏൽപ്പിച്ചതാണ് എന്ന് പറഞ്ഞ് ജനങ്ങളെ കബളിപ്പിക്കാൻ ശ്രമിക്കുന്നത്. ഏതായാലും BJPയുടെ അവസ്ഥ ഇത്തവണ വളരെ വളരെ മോശമാണ് എന്ന് എല്ലാവർക്കും ബോധ്യപ്പെടുന്നുണ്ട്. ഉത്തരേന്ത്യയിൽ നിന്ന് വരുന്ന വാർത്തകൾ അതുതന്നെയാണ്. BJPക്ക് കഴിഞ്ഞ തവണ നേടിയ സീറ്റ് പോലും നേടാൻ കഴിയില്ല എന്ന് മാത്രമല്ല ഭൂരിപക്ഷം തികയ്ക്കാൻ പോലും കഴിയില്ല BJP മുന്നണിക്ക് എന്ന വാർത്തകളാണ് വരുന്നത്. അത്തരം സർവേ റിപ്പോർട്ടുകളും അസസ്മെന്റുകളും വിവിധ ഭാഗങ്ങളിൽ നിന്ന് വന്നുകൊണ്ടിരിക്കുകയും ചെയ്യുന്നു. ഇതെല്ലാം BJPയെ വല്ലാതെ ആശങ്കയിലാഴ്ത്തുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇത്തരം പരാമർശങ്ങളുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെ രംഗത്ത് വരികയും ചെയ്യുന്നത്.